ഹലോ അസ്സലാമു അലൈക്കും. ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഇതാക്കണേ നമ്മൾ ബിരിയാണി ആയിരുന്നു കേട്ടോ വെച്ചിരുന്നത്. ബിരിയാണി ഇഷ്ടമില്ലാത്തവരൊന്നും ആരും ഉണ്ടാവില്ല അല്ലേ. അപ്പോൾ ബിരിയാണിയാണ് ഉച്ചക്ക് ഉണ്ടാക്കിയത്. അപ്പം ഞാൻ ദമ്മിട്ടതിന് ശേഷം അതിന് ചോറ് എടുത്ത് മാറ്റിയിട്ടൊന്നുമില്ല കേട്ടോ. ഒന്നിച്ചത് കുഴച്ചെടുത്തേക്കാണ്. പിന്നെ ഉച്ചക്കൊരു 11 മണിക്കാണ് ചോറുണ്ടാക്കിയത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ തന്നെ ഉണ്ടാക്കി ഞാൻ തന്നെ ടേസ്റ്റ് ഉണ്ടെന്ന് പറയാം അല്ലേ. അപ്പോൾ ഇത് ഒരു ഇത്രയൊക്കെ ഉണ്ടായിരുന്നു. ഇത്രയൊക്കെ തിന്ന് കഴിഞ്ഞതിന് ശേഷം കേട്ടോ ഞാനിങ്ങനെ കാണിക്കണം. ഇനി വൈകുന്നേരത്തിനും കൂടെ ഇതിലുണ്ട്. അപ്പോൾ പിന്നെ ഇങ്ങനെ ബിരിയാണിയൊക്കെ വെക്കുന്ന ദിവസം ഒരു ഉച്ചക്കും തന്നെക്കാരം വൈകുന്നേരം തന്നെക്കാരം കേട്ടോ. പിന്നെ ഈ 3-4 ആൾക്ക് നമ്മൾ വെറുതെ പിന്നെ ഒരു ചോറ് വെക്കേണ്ട ഒരു ആവശ്യമായിട്ട് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ ചിക്കനൊക്കെ ഉണ്ട് കേട്ടോ. അത് അതിനുള്ളിൽ കൂടെയൊക്കെ ചിക്കൻ ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഞാനിങ്ങനെ ഇതിന്ന് ഇങ്ങോട്ട് ചോറ് മാറ്റാതെ ഒന്നിച്ചൊരു കുഴച്ചെടുത്തേക്കാണ്. അപ്പോൾ എനിക്കപ്പോൾ അങ്ങനെയാണ് തോന്നിട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ ഒന്നിച്ച് കുഴച്ചെടുത്തതാണ് കേട്ടോ. ഇനി നമുക്ക് 4 മണിക്ക് ചായക്കുള്ള കടി കാണിച്ചു തരാം. അപ്പോൾ 4 മണിക്ക് ചായക്ക് കടിയാണ് കേട്ടോ. നേന്ത്രപ്പഴം ചെറുതാക്കി അരിഞ്ഞതിന് ശേഷം ഞാൻ ചട്ടി വെച്ച് ചട്ടിക്ക് 2 സ്പൂൺ നെയ്യ് വെച്ചിട്ട് അതിലേക്ക് ഞാൻ ഈ പഴം ഇട്ടിട്ട് കുറച്ച് പഞ്ചസാരയും കുറച്ച് നാളികേരം ചെല്ലിയത് കൂടി ഇട്ട് കൊടുത്തു. അപ്പോൾ ഞാൻ അങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് ചൂടാക്കിയിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. അതൊരു രക്ഷയില്ല. നല്ല അടിപൊളി സാധനമാണ്. ഇതുപോലെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി വെക്കോളിട്ട്. ഇതിങ്ങനെ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്താലും മതി. നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഉച്ചക്കത്തെ കണ്ടില്ലേ ഇത് 4 മണിക്ക് വൈകുന്നേരത്തിന് ഞാൻ ചോറുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. ഇൻഷാ അല്ലാഹ് നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരും. അപ്പോൾ അതുവരേക്കും എല്ലാ കൂട്ടുകാരോടും അസ്സലാമു അലൈക്കും.